ഹായ് ഓൾ. ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനുകളിൽ നമ്മൾ ഏറെ പ്രതീക്ഷിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒന്ന്, അതെ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ നവംബറിലോ ഡിസംബറിലോ വരുമെന്ന് നമ്മൾ കരുതിയിരുന്ന നോട്ടിഫിക്കേഷൻ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് PSC കുറച്ച് നേരത്തെ ആക്കിയിരിക്കുകയാണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വളരെ നേരത്തെ തന്നെ, അതായത് ഒക്ടോബർ മാസത്തിൽ തന്നെ വരുന്നു എന്നുള്ള സൂചന നമുക്ക് PSC തന്നിരുന്നു. സൂചന മാത്രമല്ല, ഏറെക്കുറെ അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. കേരള PSC 2025 സെപ്റ്റംബർ 29 അഥവാ ഇന്നലെ ഒരു പ്രസ് റിലീസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ പ്രസ് റിലീസിൽ അപ്കമിംഗ് നോട്ടിഫിക്കേഷൻസിനെ പറ്റി പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ 2 നോട്ടിഫിക്കേഷനുകളാണ്. 2 തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. കമ്പനി ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ സാധാരണ 2 തരത്തിൽ വരാറുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഗവൺമെന്റിന് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന ചില ബോർഡുകളുണ്ട്. നമ്മുടെ KSEBയും KSFയും ഒക്കെ അവിടെ വരുന്നതാണ്. ഇനി KSRTC ലൈഫ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റ് പോലെയുള്ള മറ്റു ചില ബോർഡുകളിലേക്കുള്ള മറ്റൊരു നോട്ടിഫിക്കേഷനും. അങ്ങനെ 2 കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷനുകളാണ് ഈ ഒക്ടോബർ മാസം നമ്മളെ തേടി വരാൻ പോകുന്നത് എന്ന് ആലോചിക്കുക. അപ്പോൾ ഡിഗ്രി ലെവൽ ഹോൾഡേഴ്സിനൊക്കെ നമുക്ക് ഏറ്റവും പ്രസ്റ്റീജിയസ് എന്ന് പറയാൻ കഴിയുന്ന നോട്ടിഫിക്കേഷനുകളാണ് ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. നമ്മൾ മുൻവർഷ അഡ്വൈസിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഡ്വൈസുകൾ പോയിട്ടുള്ള നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു എക്സാം ആണ് ഇതെന്ന് നമുക്ക് മനസ്സിലാകും. ഏകദേശം 4000-ലധികം പോസ്റ്റുകളിൽ വേക്കൻസി വരും. ലിസ്റ്റിൽ നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജോലി ഉറപ്പാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അതായത് അപേക്ഷിക്കുന്ന 100 പേരിൽ ഒരാൾക്ക്, എക്സാം എഴുതുന്നവരിൽ എന്നല്ല, അപേക്ഷിക്കുന്ന 100 പേരിൽ ഒരാൾക്ക് ജോലി ഉറപ്പ് നൽകാൻ പറ്റുന്ന ജോലിയാണ്. അത് അത്രത്തോളം ജോലി സാധ്യത ഉള്ള പോസ്റ്റാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. 2025 സെപ്റ്റംബർ 29 അല്ലെ, അതായത് ഇന്നലെ വന്ന പ്രസ് റിലീസ് ആണിത്. അപ്പൊ വിവിധ തസ്തികകളിലേക്ക് നോട്ടിഫിക്കേഷൻ വരും, വിവിധ കാറ്റഗറികളിലെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 എണ്ണം, ഒന്ന് കേരള സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ്, അതായത് KSFE, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് KSEB, അതുപോലെ നമ്മുടെ KMML കേരള മെറ്റൽസ് ആൻഡ് മിനറൽസ് ലിമിറ്റഡ്, കെൽട്രോൺ തുടങ്ങിയിട്ടുള്ള കമ്പനി ബോർഡ്, മലബാർ സിമന്റ്സ് അടക്കമുള്ള കമ്പനി ബോർഡുകളിലേക്കുള്ള അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരുന്നു. അതോടൊപ്പം തന്നെ KSRTC ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ്, സ്റ്റേറ്റ് ഫാമിംഗ് ഡെവലപ്മെന്റ് ബോർഡ്, ഇങ്ങനെയുള്ള കമ്പനി ബോർഡുകളിലേക്കും അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരുന്നു എന്നുള്ളതാണ് കേരള PSC നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്. അപ്പൊ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഒക്ടോബറിൽ നോട്ടിഫിക്കേഷൻ വരും. എന്ന് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒക്ടോബർ 15-ാം തീയതി നോട്ടിഫിക്കേഷൻ വരും എന്നുള്ള ഉറപ്പ് ഈ പ്രസ് റിലീസിനൊപ്പം നമുക്ക് PSC തന്നിട്ടുണ്ട്. ഒരുപാട് നോട്ടിഫിക്കേഷനുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഡിഗ്രി ഹോൾഡേഴ്സ് ഒക്കെ കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കമ്പനി ബോർഡ് തന്നെയാണ്. പക്ഷെ നമ്മുടെ പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറമായിട്ട് കുറച്ച് നേരത്തെ ആയിപ്പോയി എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ഒക്ടോബർ 15-ന് നോട്ടിഫിക്കേഷൻ വരും. 19-11, അതായത് നവംബർ 19 വരെ അപേക്ഷിക്കാനുള്ള തീയതി കാണും. ഓക്കെ, 1 മാസത്തോളം നമുക്ക് അപേക്ഷിക്കാനായിട്ടുണ്ട്. അപ്പൊ ഒക്ടോബർ 15-ന് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വരും. നവംബർ 19 വരെ അപേക്ഷിക്കാനുള്ള തീയതി നമുക്കുണ്ടാവും. അപ്പോ ഇതിനു മുൻപ് വന്നിട്ടുണ്ടായിരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ 2 നോട്ടിഫിക്കേഷനുകളുണ്ട്. അതിൽ ഒന്നാമത്തേത് 026/2022 എന്നുള്ള കാറ്റഗറി നമ്പറിലായിരുന്നു. അതിന്റെ ലാസ്റ്റ് ആ നോട്ടിഫിക്കേഷൻ വന്നത് 2022 ഫെബ്രുവരി 28-ാം തീയതി. കൃത്യമായി പറഞ്ഞ ഒരു 3 വർഷം മുമ്പാണ്, അല്ലെ ഒരു 3-3.5 വർഷത്തോളമായി നോട്ടിഫിക്കേഷൻ വന്നിട്ട്. അതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് എന്ന് പറയുന്നത് 13/3/2024 അതനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ 3 വർഷ കാലാവധി, അല്ലെ, ഏകദേശം 2027 മാർച്ച് വരെ ആ ലിസ്റ്റിന് കാലാവധി ഉള്ളതാണ്. 2027 മാർച്ച് വരെ ആ ലിസ്റ്റിന് കാലാവധി ഉണ്ട്. പക്ഷേ നമ്മൾ അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ചത് എന്തായിരുന്നു? നവംബറിലോ ഡിസംബറിലോ ഒക്കെ ആയിട്ടായിരിക്കും കമ്പനി ബോർഡിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നത് എന്ന്. പക്ഷെ നമ്മുടെ പ്രതീക്ഷകളെയൊക്കെ അട്ടിമറിച്ചു, അല്ലെ, കുറെ അധികം നേരത്തെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു. കാര്യം പ്രിലിംസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എക്സാംസ് ഒക്കെ നടത്താനായിട്ട് കുറച്ചധികം സമയം, അല്ലെ, ഒരു ഏകദേശം 1 വർഷത്തോളമുള്ള ഒരു സമയം നമുക്ക് വേണം. പിന്നെ അതിന്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് സമയം എടുക്കുന്നത് കൊണ്ടായിരിക്കാം മേ ബി നേരത്തെ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പൊ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ഇതാണ്. പിന്നെ ഒരു നോട്ടിഫിക്കേഷൻ കൂടി 2021 വന്നിട്ടുണ്ട്. അതായത് 2021 ഡിസംബർ 30-ന് വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോ നമ്മൾ പറഞ്ഞ ആ 2 ലെവൽ വരുന്നുണ്ടല്ലോ, ആ 2 ലെവൽ, ഒന്ന് KSEB KSFE പോലുള്ളതിലും മറ്റൊന്ന് KSRTC പോലുള്ള മറ്റ് കമ്പനി ബോർഡുകളിലും. അപ്പൊ ഈ 2 ലെവലിലാണ് മുൻ വർഷങ്ങളിലും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ 653/2021 എന്നുള്ളതായിരുന്നു ലാസ്റ്റ് നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ വരുന്നത്. 2021 ഡിസംബർ 30-നാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെയും ലിസ്റ്റ്
2024 വന്നത്. 2024 ജനുവരി 29 അതിന്റെയും ലിസ്റ്റ് വന്നത്. അപ്പൊ അതിന്റെയും കാലാവധി 2027 ജാനുവരി വരെ കാണും എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ 1 മാർച്ചിൽ അവസാനിക്കുന്നു. നിലവിലുള്ള ലിസ്റ്റിൽ 1 മാർച്ചിൽ അവസാനിക്കുന്നു, 1 ജനുവരിയിൽ അവസാനിക്കുന്നു. അതായത് ഏത് ജനുവരി ഏത് മാർച്ചും 2027 ജനുവരിയിലും മാർച്ചിലുമായിട്ട് അവസാനിക്കുന്ന ലിസ്റ്റുകളാണ് നിലവിലുള്ളത്. അപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് നവംബറോ ഡിസംബറോ ആയിരിക്കാമെന്നതായിരുന്നു. പക്ഷേ അവിടെ അതിനെല്ലാം അപ്പുറമാക്കിക്കൊണ്ട് അല്ലെ, അതിനെയൊക്കെ നമ്മുടെ പ്രതീക്ഷകളെ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒക്ടോബർ 15 കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നു. ഇന്നലെ കേരള PSC നമുക്ക് തന്ന പ്രസ് റിലീസ് പ്രകാരമുള്ള തീരുമാനമാണിത്. ഇന്നലെ കൂടിയ യോഗത്തിന്റെ തീരുമാനമാണ്. സോ നമുക്കിനി കളയാനായിട്ട് സമയമില്ല. ഒക്ടോബറിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ എങ്ങനെ പോയാലും നമുക്ക് അടുത്ത വർഷം തുടക്കങ്ങളിൽ തന്നെ എക്സാംസിനെ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. സോ ഇനി സമയം കളയാനില്ല, കൃത്യമായി പഠിച്ചു തുടങ്ങണം. എന്തുകൊണ്ട് പഠിക്കണം എന്ന് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, പരീക്ഷ എഴുതി ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ് ഈ ഒരു പോസ്റ്റ് പ്രകാരം, അല്ലെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് അതിന്റെ സ്വഭാവം എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ ഡിഗ്രി ഹോൾഡേഴ്സും കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. ഇപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലുള്ള മറ്റുള്ള ഗ്ലാമറസ് പോസ്റ്റുകളൊക്കെ ഡിഗ്രി ഹോൾഡേഴ്സിന് ഉണ്ടെന്ന് പറഞ്ഞാലും അതിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ലിസ്റ്റിലുണ്ടെങ്കിൽ ജോലി ഉറപ്പ് എന്നുള്ള ആ ഒരു മെച്ചം ഇവിടെയുണ്ട്. അപ്പോൾ നേരത്തെ നമുക്ക് പഠിച്ചു തുടങ്ങാം. നോട്ടിഫിക്കേഷൻ 15 വരുമെങ്കിൽ നമ്മൾ ഒക്ടോബർ തുടക്കത്തിൽ തന്നെ പഠിച്ചു തുടങ്ങണം. എൻട്രിയിൽ നമ്മുടെ ലക്ഷ്മി മിസ്സിന്റെ വിദ്യാരംഭം പുതിയ ബാച്ച് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഇനി വരാനിരിക്കുന്നു അല്ലെ. അപ്പൊ ഇതിനെയൊക്കെ ചേർത്തുകൊണ്ട് ഏറ്റവും പുതിയ ബാച്ച് ഒക്ടോബർ 1 തീയതി തന്നെ ആരംഭിക്കുകയാണ്. അപ്പൊ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാനും നമ്മുടെ കോഴ്സുകളെ കുറിച്ചൊക്കെ അറിയാനായിട്ട് ഈ വീഡിയോടൊപ്പം കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാം, നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പറഞ്ഞു, ഒക്ടോബർ 15 വരുന്ന നോട്ടിഫിക്കേഷൻ നമ്മൾ നേരത്തെ പഠിച്ചു തുടങ്ങും അല്ലെ. ഏറ്റവും നേരത്തെ പഠിച്ചു തുടങ്ങിയാൽ ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ചു തീർക്കാം, റിവിഷൻ നടത്താം, റിവിഷൻ നടത്താം. ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് പരീക്ഷ എഴുതാനായിട്ട് പോകാം. അപ്പോൾ ഇനി ഒരു ഡിലേയും ഇക്കാര്യത്തിൽ ഉണ്ടാകരുത്. അപ്പോൾ നമ്മൾ ഒന്നിച്ച് പഠിച്ചു തുടങ്ങും, ഒന്നിച്ച് നേടും. നിങ്ങളുടെ നേട്ടങ്ങൾക്കൊക്കെ ഒപ്പം എൻട്രി ഉണ്ടാകും. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന മറ്റ് ഡിഗ്രി ലെവൽ എക്സാമുകളെ പറ്റിയിട്ടൊക്കെയുള്ള അപ്ഡേറ്റ്സുകളുമായിട്ട് എൻട്രി നിങ്ങളോടൊപ്പം ഉണ്ടാകും. വീണ്ടും കാണാം. താങ്ക് യു.